നമസ്കാരം. ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ നടുവേദന മാറ്റണമോ? ഇനി അത് എത്ര പഴകിയതായിക്കോട്ടെ, ആധുനിക വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിച്ച വേദനകളും മറ്റ് അസുഖങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കണ്ടെത്തി തരുന്ന ഒരു വൈദ്യശാലയാണ് ഇന്ന് ലൈവ് ടിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഏറെ പ്രശസ്തമായ വൈദ്യശാല, ഏറെ പ്രശസ്തനായ വൈദ്യൻ. നമ്മുടെ ഈരാറ്റുപേട്ട അമ്പാറ നിരപ്പേൽ കൈരളി മർമ്മ വൈദ്യശാല. അത് നടത്തുന്നത് നമ്മുടെ കൈരളി തോമസ് വൈദ്യനാണ്. ഏറെ പ്രശസ്തനാണ്. ആ നടുവേദന എനിക്കുമുണ്ട്, അതൊന്നും മാറ്റണം ഒറ്റ ദിവസം കൊണ്ട്. കമാൺ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ ചികിത്സ കൊണ്ട് നടുവേദന മാറും. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ട കൈപുണ്യങ്ങളുള്ള ഏറെ പ്രശസ്തനായ ആ നടുവേദനയൊക്കെ മാറ്റുന്ന നമ്മുടെ കൈരളി തോമസ് വൈദ്യൻ. നമസ്കാരം വൈദ്യൻ. നമസ്കാരം. അത് നമുക്ക് ആ പിടുത്തത്തിൽ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം തോന്നുന്നു. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു ദിവസത്തെ ചികിത്സ കൊണ്ട് നടുവേദന മാറുമോ? ഒരു ദിവസത്തെ ചികിത്സ കൊണ്ട് നടുവേദന മാറും. അത് ശരി. നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ ഈ 10 വർഷത്തിൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, അതറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. 10,000-കണക്കിന് ആൾക്കാർ ഈ ഒരു ദിവസത്തെ ചികിത്സ കൊണ്ട് നടുവേദന മാറിയവരുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന സാധാരണ തിരുമ ചികിത്സയല്ല. നമ്മൾ നാഡീമർമ്മ ചികിത്സ കൂടാതെ ബോൺ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ കൈറോപ്രാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, പിടിച്ചിടൽ എന്ന് നമ്മൾ പറയുന്ന ചികിത്സയും കൂടെ കൂട്ടി നാട്ടുവൈദ്യം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ചെയ്യുന്നത് അല്ലേ? ശരിക്കും എന്തുകൊണ്ടാണ് ഈ നടുവേദന ഉണ്ടാവാൻ ഒരുപാട് പേർക്കുണ്ട്? എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? പ്രധാന നടുവേദന ഉണ്ടാകാൻ പ്രധാനമായിട്ടും നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ, അമിതമായിട്ട് ഭാരം ഉയർത്തുക, അധിക സമയം നിന്നുള്ള ജോലികൾ, അധിക സമയം ഇരുന്നുള്ള ജോലികൾ, പിന്നെ ഈ നട്ടെല്ലിന് ഇഞ്ചക്ഷൻ എടുക്കുന്നത് നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. പിന്നെ ഡിസ്ക് ബൾജിങ്, നട്ടെല്ലിലെ കശേരുക്കളുടെ ഡിസ്ലൊക്കേഷൻ, ഇതുപോലെയുള്ള പല നിരവധി കാരണങ്ങളുണ്ടല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചികിത്സയാണ്, നാഡീമർമ്മ ചികിത്സയാണോ ഇതിന് പ്രധാനമായിട്ട് നൽകുന്നത്? നമ്മളിവിടെ പ്രധാനമായിട്ടും നാഡീമർമ്മ ചികിത്സ, പിന്നെ ഇപ്പോൾ പറഞ്ഞ പിടിച്ചിടൽ. അപ്പോൾ എന്താ ഈ നാഡീമർമ്മ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാഡീമർമ്മ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ മർമ്മശാസ്ത്രത്തിലെ നിവേശഭേദം എന്നുള്ള ആ വകുപ്പിൽ മർമ്മങ്ങളെ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മാംസാശ്രയ മർമ്മം, പിന്നെ സന്ധിമർമ്മം, അസ്ഥിമർമ്മം, 4ാമത് നാഡീമർമ്മം, 5ാമത് സ്നായുമർമ്മം. ഇതിൽ നാഡീമർമ്മമാണ് നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. നാഡീമർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനുഷ്യൻ്റെ ഈ ബയോപ്ലാസ്മിക് ബോഡിയിലുണ്ടാകുന്ന ബലഹീനതകൾ കൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബയോപ്ലാസ്മിക് ബോഡി വീക്കാകാൻ കാരണം ഈ പ്രാണപ്രവാഹത്തിൻ്റെ തടസ്സം നേരിടുമ്പോഴാണ്. ഈ പ്രാണപ്രവാഹത്തിൻ്റെ ചാനല് ക്ലിയർ ആക്കുകയാണ് ഈ നാഡീമർമ്മ ചികിത്സ. പ്രാണപ്രവാഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജീവശക്തി നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ചോദിച്ചത്. അത് വിശദീകരിക്കണം, ഒത്തിരി അങ്ങോട്ട് പോകണം. വേണ്ട. അപ്പോൾ അതിലെവിടെ ഒരു ബ്ലോക്ക് സംഭവിക്കുന്നോ അപ്പോൾ ആ ഭാഗത്തോട്ട് ഇതിൻ്റെ ആ പ്രവാഹം നിന്നു പോകും. അപ്പോൾ നമ്മൾ ഈ നാഡീമർമ്മ ചികിത്സയിലൂടെ ആ പ്രവാഹത്തിൻ്റെ തടസ്സത്തെ നീക്കുകയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യ ശരീരത്തിലൊരു 600-ൽ പരം നാഡീമർമ്മങ്ങളുള്ളതായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒരു 365ഓളം നാഡീമർമ്മങ്ങൾ നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രാണധാരയുടെ ചാനലിൽ ഈ ഞരമ്പുകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ജോയിൻ്റ്, ഈ ഭാഗങ്ങളിലാണ് ഈ നാഡീമർമ്മം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി സ്റ്റിമുലേറ്റ് ചെയ്ത് ആ പ്രാണപ്രവാഹത്തിൻ്റെ ഫ്ലോ ശരിയാക്കിയാണ് ഈ നാഡീമർമ്മ ചികിത്സയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ ആ വേദനയിൽ നിന്നൊരു ആശ്വാസം. അതേപോലെ ഇതിന് മറ്റെന്തെല്ലാം രോഗങ്ങൾക്കുള്ള ചികിത്സകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്? നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ നടുവേദന, ഡിസ്ക് ബൾജിങ്, ഡിസ്കിൻ്റെ ഇടയ്ക്ക് ഞരമ്പ് കുടുങ്ങിയിട്ട് കാലയിലേക്ക് വരുന്ന വേദന, സയാറ്റിക്ക, പിന്നെ ഈ കഴുത്ത് വേദന, കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ, കഴുത്ത് തിരിക്കാൻ പറ്റാതെ വരുന്ന അപബാഹുകം അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ, ടെന്നീസ് എൽബോ എന്ന് പറയുന്ന കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, ഇതിനെല്ലാം ഉള്ള ചികിത്സകളാണ് ചെയ്യുന്നത്. നോർമലി ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ വേദനകളുമാണ് പ്രധാനമായിട്ടും അല്ലേ? അതുപോലെ തന്നെ ഈ നാഡീമർമ്മ ചികിത്സയുടെ പ്രത്യേകതകൾ, എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. നാഡീമർമ്മ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗം ഭേദമാകും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്ക് രോഗം ഭേദമാക്കാൻ പറ്റും. ശരി. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഏറ്റവും കുറഞ്ഞ പണച്ചെലവേ ഇതിനുള്ളൂ എന്നുള്ളതാണ്. ഇനി പഥ്യങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? പഥ്യവും വേണ്ട, വിശ്രമവും ആവശ്യമില്ല. ശരി. മറ്റൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇത് ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും ചെയ്യാം. മറ്റു പാർശ്വഫലങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇതിനില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ആധുനിക വൈദ്യശാസ്ത്രം പോലും അവന് വലിയ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും നടുവേദന മാറിയില്ല. അങ്ങനെ താങ്കളെ അറിയാൻ കഴിഞ്ഞു. അപ്പം നോർമലി അവൻ ജോലി ചെയ്യുന്നു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് പറയുന്നു. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം പോലും കഴിഞ്ഞ കേസുകൾക്ക് താങ്കളുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ അല്ല കഴിവിലൂടെ മാറ്റിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ഈ ഞരമ്പ് ഡിസ്കിനിടയ്ക്ക് കംപ്രസ് ആകുന്ന പ്രശ്നത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സർജറി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് പേര് നമ്മൾ സർജറി കൂടാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ശരി. അതുപോലെ നമുക്ക് മറ്റ് നാട്ടുവൈദ്യങ്ങളൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണോ ഇത് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഈ പരമ്പരാഗത ചികിത്സകളൊക്കെ നമ്മുടെ നാട്ടിലെ ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്ന ഒരു 5000-ൽ പരം വർഷത്തെ പഴക്കമുണ്ട്. അത്രയും പഴക്കമുണ്ട് നമ്മുടെ നാട്ടുവൈദ്യത്തിൽ. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് നമ്മൾ. ശരി. അതുപോലെ നമുക്കിപ്പം തങ്ങളുടെ സേവനം ആവശ്യമുള്ള നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ നേരത്തെ ബുക്കിംഗ് ആവശ്യമുണ്ടോ? അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇല്ല, നമ്മളിവിടെ അറിയാലോ ചെറിയൊരു സംവിധാനത്തിലുള്ള ഇതേ ഉള്ളൂ. ചെറിയ സംവിധാനമാണെങ്കിലും വലിയൊരു മനുഷ്യനാണ് കേട്ടോ. ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ദിവസം ഒരു 15 പേരിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ ശരി പറ്റിയത്. അതുകൊണ്ട് നേരത്തെ ഒന്ന് വിളിച്ച് പറയുക, ആവശ്യമുള്ളവർക്ക്. ഞങ്ങൾ ഫോൺ നമ്പർ ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ കൊടുത്തോളാം. അതുപോലെ നമ്മുടെ പ്രവർത്തന സമയം എങ്ങനെയാണ്? എല്ലാ ദിവസവും രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ പ്രവർത്തനമുണ്ട്. ശരി. എന്തായാലും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഒരുപാട് ആളുകൾക്ക് ഈ നടുവേദന മൂലമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ, അവർക്കൊക്കെ ഒരു ദിവസം കൊണ്ട് ശാശ്വതമായ പരിഹാരം നൽകുന്ന താങ്കളുടെ ഈ ഒരു കരമെന്ന് പറയുന്നത് ദൈവിക കരം തന്നെയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേക നന്ദി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നടുവേദന പോലുള്ള വിട്ടുമാറാത്ത വേദനകൾക്ക് നേരെ നമ്മൾ കൈരളി മർമ്മ വൈദ്യശാല, അമ്പാരി നിറപ്പേൽ, ഈരാറ്റുപേട്ട തോമസ് വൈദ്യൻ നിങ്ങളെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് വേദന മാറും. അതിന് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. വീണ്ടും കാണാം. നന്ദി.